ഹലോ! എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് കുറച്ച് കിഡ്സിന്, അതായത് കുട്ടികൾക്ക് ഒരു 10 വയസ്സ് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ്. സാധാരണ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു 200 ബിലോസ് ആണ് ഞാൻ നോർമലി ഞാൻ ഇടുന്ന വീഡിയോസിലെല്ലാം കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ. പക്ഷെ ഇന്ന് ആ റേഞ്ചിൽ നിന്ന് കുറച്ച് മാറും കേട്ടോ. കാരണം കിഡ്സിനുള്ള ടോയ്സ് അങ്ങനത്തെ ഐറ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ. എന്താണേലും നമ്മുടെ ബഡ്ജറ്റിലൊന്നും നിൽക്കുന്ന സാധനങ്ങളല്ല. അഫോർഡബിൾ എന്നൊന്നും അതിനെ പറയാൻ പറ്റൂല. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. അപ്പം പറയാൻ മറന്നു, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇനി അല്ല, നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും സ്വാഗതം. എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഒരു സ്പീക്കർ വിത്ത് മൈക്കാട്ടോ. കുട്ടികൾക്ക് വീട്ടിൽ ജസ്റ്റ് ഒന്ന് കളിക്കാനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ട്. ഇത് എൻ്റെ അന്വിയുടെ സ്കൂളിലെ ടീച്ചർ ഇതിന്റെ ലിങ്ക് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പ്ലേ സ്കൂളിൽ ഈ ഇൻഡിപെൻഡൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ, ഓണം ഒക്കെ വരുമ്പോൾ അവരിങ്ങനെ സ്പീച്ച് ഉണ്ട്, പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ പാടാനായിട്ട് അവരിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഐറ്റാണ്. മൈക്ക് സെപ്പറേറ്റാണ്, ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതിനെ ചാർജ് ചെയ്യാനായിട്ടൊരു വയർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ നോർമൽ ഫോണിന്റെ ഒക്കെ പ്ലഗിൽ കുത്തി ചാർജ് ചെയ്യാം. സ്പീക്കറിൽ ഓൺ ഓഫ് സെയിം ബട്ടൺ ആണ്. പിന്നെ സൗണ്ട് കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുണ്ട്. മോഡ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 2-3 സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് നമ്മുടെ സൗണ്ടിൽ തന്നെ കേൾക്കാം. പിന്നെ ഒരു അങ്കിളിന്റെ സൗണ്ട് നമ്മൾ മോഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അങ്കിളിന്റെ സൗണ്ടിൽ കേൾക്കാം. ഒരു ഫീമെയിൽ സൗണ്ട് ഉണ്ട്, ഒരു കുട്ടിയുടെ സൗണ്ട് ഉണ്ട്, പീക്കിരി കുട്ടിയുടെ കിരികിരി എന്നുള്ള ഒരു ഒച്ചയുള്ള ഒരു കുട്ടിയുടെ സൗണ്ട്. പിന്നെ എന്തോ ഒന്നും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു 4-5 മോഡ് എങ്ങാണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മൈക്കിലും അതുപോലെ തന്നെ ഓൺ ഓഫ് മൈക്ക് നമ്മൾ ഓൺ ചെയ്യണം സെപ്പറേറ്റ്. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉണ്ട്. ഇവിടെ മൈക്കിലും മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പീക്കറിലേക്ക് നമുക്ക് ഫോൺ കണക്ട് ചെയ്തിട്ട് ഫോണിൽ നിന്ന് പാട്ട് വെക്കാം, ഇല്ലേ കരോക്കെ പ്ലേ ചെയ്തിട്ട് മൈക്കിന്റെ കൂടെ തന്നെ പാടാനും പറ്റും. എല്ലാ ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഫോണുമായിട്ട് പെയർ ചെയ്ത് എല്ലാം ചെയ്യാം, ബ്ലൂടൂത്ത് വഴിയാട്ടോ. പിന്നെ ഒരു ചാർജ്, ഇതിനൊരു 6 മണിക്കൂർ ചാർജ് വെക്കുമെന്നാണ് അവർ പറയുന്നത്. അത്രയും നേരം ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാക്സിമം എടുത്ത് വെക്കും. പിന്നെ ഇടയ്ക്ക് എപ്പോഴും 20 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ കൊണ്ട് ചാർജ് ചെയ്യും. അതുകൊണ്ട് അത് എത്രയാണ് കറക്റ്റ് എനിക്ക് പറയാൻ എനിക്കറിയില്ല. കാരണം ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് എടുക്കും, ഓർക്കുമ്പോൾ പോയി ചാർജ് ചെയ്യുന്നതുകൊണ്ട് അത് പറയാൻ പറ്റൂല. പിന്നെന്താണ്, ലൈറ്റ് വെയിറ്റ് ആണ്. കുട്ടികൾക്കാണെങ്കിലും എടുത്തോണ്ട് നടക്കണമെന്നൊന്നും കുഴപ്പമില്ല. അങ്ങനെ എറിഞ്ഞാലൊന്നും പെട്ടെന്ന് പോകില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. കുട്ടി അത്ര വയലന്റ് ആയിട്ട് ടൈപ്പ് അല്ല, അതുകൊണ്ട് അത്രയൊന്നും എറിയാറില്ല. പിന്നെ ഇതിന്റെ 2-3 കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക്, വൈറ്റ്, അങ്ങനത്തെ കളറിലൊക്കെ ഈ സ്പീക്കറും മൈക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ റേറ്റ് പറയാൻ വേണ്ടി മറന്നു. 1199, 1200 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് മേടിച്ചത്. കൊള്ളാം, അടിപൊളി ഐറ്റമാണ്. മൈക്ക് അങ്ങനെ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ തന്നെ മൈക്കിൽ തന്നെ സ്പീക്കറുള്ള ടൈപ്പ് ഉണ്ട്. അതും നല്ലതാണെന്ന് തോന്നുന്നു. ഇതിപ്പോ ഞാനിത് മേടിക്കാൻ കാരണം ഇനി മൈക്ക് കംപ്ലൈന്റ് ആയാലും നമുക്ക് ഫോണിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പാട്ടാണെങ്കിലും കേൾക്കാലോ. അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പാട്ട് കേൾക്കാനായിട്ടും എടുക്കാലോ എന്ന് ഓർത്തിട്ട് ഇത് സെപ്പറേറ്റ് ഉള്ളത് മേടിച്ചതാണ്. നല്ല അത്യാവശ്യം സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പരിപാടിക്കുള്ള സൗണ്ട്, വലിയ പരിപാടിക്കല്ല, ഒത്തിരി ആളുകളല്ല, നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേ പരിപാടിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഇതാണ്. കാണാവോ? റണ്ണർ സ്കൂട്ടർ. അതായത് നമ്മൾ ഈ തുഴഞ്ഞു പോകുന്ന, ഒരു കാല് കയറ്റി വെച്ചിട്ട് മറ്റേ കാലം കൊണ്ട് തുഴഞ്ഞു പോകുന്ന ഒരു ഐറ്റം ഇല്ലേ, സ്കൂട്ടർ. അങ്ങനത്തെ ഐറ്റമാണ്. 2 കാലും കയറ്റി വെക്കാം കേട്ടോ, എക്സ്പേർട്ട് ആയവർക്ക്. അപ്പോൾ പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത്. 863 രൂപയായിരുന്നു ഞാനിത് വാങ്ങിയപ്പോൾ. അവർ പറഞ്ഞേക്കുന്നത് ഒരു 4 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എൻ്റെ കൊച്ചിന് ഞാനിത് 3 വയസ്സായപ്പോഴേ വാങ്ങിച്ചു കൊടുത്തു. കാരണം അവൾ അത്യാവശ്യം സേഫ്റ്റി നോക്കി ഓടിക്കുന്ന ആളാട്ടോ. അങ്ങനെ അത്ര ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയല്ല, ഭയങ്കര സേഫ്റ്റി നോക്കുന്ന ആളാണ്. അപ്പൊ അവൾ അങ്ങനെയൊന്നും ഒപ്പിച്ച് വെക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ അവൾക്ക് 3 വയസ്സിൽ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ അവൾക്ക് 3.5 വയസ്സായി. 6 മാസമായിട്ട് ഞങ്ങളിത് ഞങ്ങളുടെ കയ്യിലുണ്ട്. നല്ല സംഭവമാണ്. ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ പെട്ടെന്നൊന്നും ഓടിഞ്ഞു പോകണമെന്നും ഇല്ല, കൊള്ളാട്ടോ. പിന്നെ ഈ ടയറൊക്കെ പോയോ?
പിന്നെ ഈ ടയറിൽ മേടിച്ചപ്പം നല്ല സ്പീഡിൽ ഓടിക്കുമ്പോൾ ലൈറ്റ് തെളിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു പോയിന്ന്. കാരണം അത്രയും സ്പീഡിലൊന്നും അങ്ങനെ ഓടിക്കാറുമില്ല. ഈ റൂമിനകത്താ കൂടുതൽ ഓടിക്കാറ്. അപ്പൊ ഇവിടുന്ന് ഓടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ പെട്ടെന്ന് തന്നെ എത്തുമല്ലോ. അത് ലൈറ്റ് തെളിയാനുള്ള സമയം പോലും കിട്ടാറില്ല. പോയോ? ഓക്കെ, അത് പോയി എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ 3 അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഹൈറ്റ് അല്ല 4 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് പൊക്കി വെച്ച് കൊടുക്കാം. ഇപ്പൊ അവർക്ക് ഇത്ര ഹൈറ്റ് മതിയോണ്ട് ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ ഇട്ടേക്കുന്നു. നമ്മളൊക്കെ ഇച്ചിരി പൊക്കമുള്ള കുട്ടികളാണെങ്കിൽ ഈ മുകളിലത്തേക്ക് ഇട്ടാലേ അവർക്ക് പിടിക്കാനായിട്ട് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇവിടെ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെച്ച് എടുത്ത് വയ്ക്കാനോ കൊണ്ടുപോകാനോ ഒക്കെ പറ്റും. ഇതിന്റെ വേറെയും കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും മേടിക്കുക. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കുട്ടികൾക്കായിട്ട് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ ഈ സൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുറെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ. അല്ലാത്ത ടോയ്സും നല്ലതാണ്. അപ്പൊ ഈ സൈക്കിൾ മേടിച്ചു കൊടുക്കുക, സ്പീക്കറൊക്കെ മേടിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് മേടിച്ചു കൊടുക്കണം. ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടാവും. വലിയ കുഴപ്പമില്ലാത്ത ഐറ്റങ്ങളുമാണ്. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതേ ഒരു റെയിൻ കോട്ട് ആണ്. 240 രൂപയ്ക്ക് ഞാൻ മേടിച്ച റെയിൻ കോട്ട്. പറയുവാണെങ്കിൽ എൻ്റെ ഒരു കവർ ഉണ്ട് ഇതിന്റെ കൂടെ. കവറിലാണ് വരുന്നത്. പക്ഷേ ഈ കവറിൽ ബട്ടൺ കവറാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിബൊക്കെ ആയിരുന്നെങ്കിൽ പാറ്റയൊക്കെ കയറാതെ എടുക്കായിരുന്നു. കാരണം നമ്മൾ ഈ മഴക്കാലത്ത് എടുത്ത് ഞാൻ അടുത്ത മഴക്കാലത്തല്ലേ പിന്നെ എടുക്കുള്ളൂ. അപ്പൊ മറ്റേ പാറ്റയും വലിയൊക്കെ കയറാതെ സിബായിരുന്നെങ്കിൽ കൊള്ളാന്ന് എനിക്ക് തോന്നി. പക്ഷെ പോട്ടെ. അപ്പോൾ കോട്ടിലേക്ക് വരാം. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കോട്ട്. ഞാൻ മേടിച്ച ഈ സെല്ലർക്ക് 10 വയസ്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ മേടിച്ചത് 3 to 4 ഇയർ എന്നുള്ള ഏജിന്റെ ആണ് മേടിച്ചേക്കുന്നത്. കൊച്ചിന് കറക്റ്റ് ആട്ടോ. അവൾക്ക് ഒന്നാമതെ ഹൈറ്റ് കുറവാണ്. അപ്പൊ ഇത് അവൾക്ക് താഴെ വരെ എത്തുന്നുണ്ട്. 3 to 4 ഇയർ മേടിച്ചപ്പോൾ കറക്റ്റ് ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ, അതായത് ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വരുന്നുണ്ട്. പിന്നെ കഴുത്തിന് അവിടെ കെട്ടാനായിട്ട് വള്ളിയുണ്ട്. ആകെ ഇവിടെ എന്തോ ഒരു പീസ് തൂങ്ങി കിടക്കണം കണ്ടു. അതെന്തോ അവരുടെ കട്ടിങ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നത്. ഇതിൽ നിന്ന് വിട്ടുപോയതൊന്നുമല്ല. അത് പിടിച്ച് വലിച്ചാൽ വേണമെങ്കിൽ കീറി പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ല അത് അവിടെ എൻ്റെ തീരുവ. അയ്യോ വേണ്ട, കീറി പോവും. വേണ്ട. ഓക്കെ, നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. ഒരു പോക്കറ്റ് അല്ല, അപ്പുറം ഇപ്പുറം പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിങ്ക് മാത്രമൊന്നും അല്ല. അപ്പോൾ കുട്ടികൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ മേടിക്കാം. ഞാൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ മേടിച്ചത്. ഈ ഒരു റേഞ്ചിന് ഓൺലൈൻ മേടിക്കുന്നത് നല്ലതാണ്. 10 വയസ്സ് വരെയുള്ള പിള്ളേർക്കുണ്ടല്ലോ. റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു 240 രൂപ കേട്ടോ, ഫ്ലിപ്കാർട്ട്. നെക്സ്റ്റ് വൺ ദേ ഈ ഒരു സേഫ്റ്റി ബെൽറ്റ് ആണ്. ഇത് നമ്മൾ സ്കൂട്ടറിൽ കുട്ടികളെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ ടൈ ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ ബാക്കിൽ ഇരുത്തിയിട്ട് അവരെ നമുക്ക് ടൈ ചെയ്ത് വെക്കാവുന്ന ഐറ്റമാണ്. ഞാനും ഈ പറഞ്ഞ കോട്ടും ഈ സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ ഒരു 4-5 മാസം പോട്ടെ, ഒരു 2-3 മാസം എന്താണേലും ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഈ പറയുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ റഫായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും ഒക്കെ ഞാൻ വിളിക്കാൻ പോകാറുള്ളൂ. അല്ലാത്തപ്പോൾ ഹസ്ബൻഡാണ് വിളിക്കാൻ പോണേ. അത് വെച്ചിട്ട് പറയുവാണെങ്കിൽ അടിപൊളിയാണ്. ഇത് ടൈറ്റ് ആയിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ലെങ്ത് ഉണ്ട്. അതായത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് അവർക്ക് നല്ല ലെങ്ത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തോരം വേണമെങ്കിലും നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല മെറ്റീരിയലാണ്, കുഴപ്പമില്ല. ഇച്ചിരി കട്ടിയായിട്ടൊക്കെ തോന്നും, അത്ര സോഫ്റ്റ് ഒന്നും അല്ല. പിന്നെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വരുന്നവർക്ക് അത്ര സോഫ്റ്റിന്റെ ആവശ്യമില്ല. പുറകിലാ, അതായത് പുറത്താ സോഫ്റ്റ് കട്ടിയായിട്ടുള്ളത്. അകത്ത് ഇച്ചിരി സോഫ്റ്റ് തന്നെയാണ്. കൊച്ചിന് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് സേഫ്റ്റി ആണല്ലോ. പിന്നെ ഈ ഒരു റേഞ്ചിൽ നോക്കുന്നവർക്ക് ഇത് കറക്റ്റാണ്, വേർത്താണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ മേടിച്ച റേറ്റ് പറഞ്ഞല്ലോ, 300 സംതിങ് എന്തോ ആയിരുന്നു ഞാൻ മേടിച്ചത്. 360 അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം സൈറ്റിൽ നോക്കുമ്പോൾ, ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ 401 രൂപയാണ്. അതിങ്ങനെ വേരി ചെയ്യുമെന്ന് തോന്നുന്നു. 401 രൂപയ്ക്ക് വേറെ കാണുമായിരിക്കും. വേണേ ഇപ്പം അല്ല, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അത് താഴെയാണെങ്കിൽ നോക്കി മേടിച്ചാലും മതി. അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ. ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഉള്ളത് ദേ ഈ ഗേൾസിന്റെ ഷൂ ആണ്. ഇതും മേടിച്ചിട്ട് കൊച്ചിന്റെ ബർത്ത്ഡേക്ക് മേടിച്ചു. ഇപ്പൊ ഒരു 6 മാസം ആവാറായി. നല്ല ഷൂ ആട്ടോ. ഇപ്പൊ ഇച്ചിരി ടൈറ്റ് ആയി തുടങ്ങി. മേടിച്ചപ്പോൾ ഞാൻ കറക്റ്റ് സൈസ് പോയി മേടിച്ചത്. ഇച്ചിരി തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത് ബർത്ത്ഡേക്ക് മുമ്പ് മേടിച്ച സാധനം വന്നപ്പോഴത്തേക്ക് എനിക്കത് ഇടിയിക്കാതെ വയ്യ. പിന്നെ റിട്ടേൺ അടിക്കാനുള്ള അല്ലെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇടിയിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഇത് കറക്റ്റ്. പിള്ളേര് പെട്ടെന്ന് വലുതാവുമല്ലോ. ഞാൻ വിചാരിച്ചില്ല. ഇച്ചിരി വലിയ സൈസ് മേടിച്ചാൽ മതിയായിരുന്നു. പോട്ടെ. പറഞ്ഞു വന്നത് അടിപൊളി ഷൂസ് ആട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ഡിസൈൻ ഒക്കെ കണ്ടോ, നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കല്ലൊന്നുമില്ല. ഈ സൈഡിലാണ് കല്ല്, സ്റ്റോൺ ഒക്കെ വരുന്നത്. നല്ല വർക്കാണ്. ഇതിന്റെ തന്നെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു. വൈറ്റില് പിങ്ക് പൂക്കൾ വരുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അയ്യോ, ഈ പെൺപിള്ളേരുടെ സാധനങ്ങൾ കാണാൻ എന്ത് രസാലേ.
ഓക്കെ, വൈറ്റ് മേടിച്ച ഇച്ചിരി പെട്ടെന്ന് ചെളിയാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിങ്ക് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. 295 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. 12 മന്ത്സ് തൊട്ട് 4 ഇയർ വരെ ഈ സെല്ലർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ മേടിച്ച 12 to 18 മന്ത്സ് ആയിരുന്നു മേടിച്ചത്. അതിൽ വലുത് മേടിച്ചാൽ മതിയായിരുന്നു. ഇനി ഇത് ഒരെണ്ണം കൂടെ മേടിക്കേണ്ടി വരും അടുത്ത ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂട്ടിയുള്ള ഒരെണ്ണം കൂടെ മേടിക്കണം. ഇത് ചെറുതായിപ്പോയി. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം കൂടെ കാണിച്ചിട്ട് നിർത്തുക കേട്ടോ. ഈ ഒരു ഐറ്റം ആണ്, കുട്ടികളുടെ ഐറ്റങ്ങളല്ലേ, അപ്പൊ അവർക്ക് മേടിച്ചതൊക്കെ ഞാൻ ഒന്ന് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ കാണിച്ചത്. ആരെങ്കിലും, ഞാൻ നോക്കാറുണ്ട്, ഞാൻ എന്തെങ്കിലും മേടിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ യൂട്യൂബിലാണല്ലോ ആദ്യം നോക്കുന്നത്, ആരെങ്കിലും റിവ്യൂ ചെയ്തിട്ടുണ്ടോ ആ ബ്രാൻഡിന്റെ നല്ലതാണോ, ആ പ്രൊഡക്റ്റ് നല്ലതാണോ നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കുന്നത് യൂട്യൂബിലല്ലേ. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ആവട്ടെ, ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ദേ ഈ 850 രൂപയ്ക്ക് എന്തോ മേടിച്ച ഒരു ഹെൽമെറ്റ് ആണിത്. അടിപൊളിയാണ്. ഇതിന്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ ഈ ഹെൽമെറ്റിനെ കുറിച്ച് അതിലും ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്ക് അറിയാൻ മേല. എന്താണേലും അങ്ങനെ നോക്കുന്നവർക്ക് ഇത് കൊള്ളാം. നമ്മൾ ഒത്തിരി ഒന്നും യൂസ് ചെയ്തിട്ടില്ല, 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. കുട്ടികളെ അവർക്ക് വയ്ക്കാനായിട്ട് ഇച്ചിരി മടിയാണ്. ആദ്യത്തെ കാണുന്ന ഒരു ആക്രാന്തം പിന്നീട് ഉണ്ടാവില്ലല്ലോ വയ്ക്കാനായിട്ട്. ഭയങ്കര പാടല്ലേ ഹെൽമെറ്റ് വെക്കാൻ. കാണുമ്പോൾ ഓർക്കുമല്ലോ ഇത് ഭയങ്കര എളുപ്പമാണ്, ഹെൽമെറ്റ് വെക്കണം നല്ല രസമാണെന്നല്ലേ അവരുടെ വിചാരം. വെറുതെ അങ്ങനെ ഓർത്ത് ഞങ്ങൾ മേടിച്ചത്. പിന്നെ എന്താണേലും ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ 2 വീലറിൽ കൊണ്ടുപോകുമ്പോൾ കൊച്ചിന് ഹെൽമെറ്റ് വേണമല്ലോ. കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇത് ആ ഫ്രീ സൈസ് ആണ് ഇത് കാണിച്ചേക്കുന്നത്. നമുക്ക് വേറെ ഏജ് ഒന്നും പറയാനില്ല. അപ്പൊ എനിക്കൊന്ന് കുറച്ച് നാൾ എന്താണെങ്കിലും കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് സൈസ് ഒന്നും വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. ഏജ് ഒന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.